BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കണ്ണൂരിൽ KSU കരിങ്കൊടി പ്രതിഷേധം. മന്ത്രി വീണ ജോർജിന് കഴുത്തിനും കൈക്കും പരിക്ക്, ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റു. കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് സംഭവം. മന്ത്രിയുടെ കഴുത്തിനും കൈയിലും പരിക്കേറ്റിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുകയാണ്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൌണ്ടറിനടുത്ത് വെച്ചാണ് പ്രതിഷേധമുണ്ടായത്. യാത്ര റദ്ദാക്കി. കണ്ണൂരിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ കഴുത്തിന് പരിക്കേറ്റതായി മന്ത്രി പറഞ്ഞു. മന്ത്രിക്കൊപ്പം അതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാനെത്തിയ സ്പീക്കർ AN ഷംസീറും ഇക്കാര്യമാണ് സ്ഥിരീകരിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിയെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. മുതിർന്ന CPI നേതാവ് R. നല്ലക്കണ്ണ് അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഉച്ചയ്ക്ക് 1:55 മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. കർഷക പ്രക്ഷോഭങ്ങളിലൂടെ ജനകീയനായ നേതാവായിരുന്നു. 1992 മുതൽ 2007 വരെ CPI തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. അണുബാധയ്ക്ക് പുറമെ വൃക്ക സംബന്ധമായ തകരാറുകളും സംഭവിച്ചിരുന്നു. ഈ മാസം 1 തീയതി മുതൽ ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. 15-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ നല്ലക്കണ്ണ് ജനകീയ പ്രക്ഷോഭങ്ങളുടെ നായകനായിരുന്നു. പ്രദർശനാനുമതി നൽകിയത് വിദഗ്ധർ കണ്ട് വിലയിരുത്തി. കേരള സ്റ്റോറി ഹൈക്കോടതി കാണുന്നതിനെ എതിർത്ത് നിർമ്മാതാവ്. വിവാദമായ കേരള സ്റ്റോറി 2ാം ഭാഗം ഹൈക്കോടതി കാണുന്നതിനെതിരെ നിർമ്മാതാവ്. സിനിമയ്ക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നൽകിയതെന്നാണ് മറുപടി സത്യവാങ്മൂലത്തിലെ വാദം. ഹൈക്കോടതി സിനിമ കണ്ട് വിലയിരുത്തുന്നത് സെൻസർ ബോർഡിന് പകരമാവില്ല. കോടതിക്ക് ഇടപെടുവാനുള്ള പരിമിത അധികാരമേ ഉള്ളൂവെന്നും നിർമ്മാതാവ് പറയുന്നു. സിനിമ കണ്ട് വിലയിരുത്തുവാനുള്ള മേൽനോട്ട അധികാരം ഹൈക്കോടതി ഉപയോഗിക്കരുത്. ചിത്രം വിലയിരുത്തുവാനുള്ള ഏക അധികാര കേന്ദ്രമാണ് സെൻസർ ബോർഡ്. വിദഗ്ധർ കണ്ട് വിലയിരുത്തിയാണ് പ്രദർശനാനുമതി നൽകിയതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പ്രദർശനാനുമതി നൽകിയതെന്നും വിപുൽ അമൃത് ലാൽ ഷാ പറഞ്ഞു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്. തുടക്കം മുതൽ മോശം പെരുമാറ്റം ഉണ്ടായി. ഡോക്ടറിനെതിരെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ രഞ്ജന. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ആരോപണത്തിൽ ഉറച്ച കുടുംബം. ഡോക്ടർ ബിന്ദു സുന്ദറിൽ നിന്നും തുടക്കം മുതൽ മോശം പെരുമാറ്റമാണുണ്ടായതെന്ന് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ രഞ്ജന R. കൃഷ്ണന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം നെടുമങ്ങാട് മണ്ഡലത്തിൽ എത്തിയിട്ടും വന്ന് കാണുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും കുഞ്ഞിന്റെ മാതാവ് പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമം. ഇടപെട്ട മന്ത്രി റോഷി അഗസ്റ്റ്യൻ. അടിയന്തര പരിഹാരം കാണുവാൻ നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിൽ ഇടപെടലുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു. അടിയന്തര പ്രാധാന്യത്തോടെ പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി. ഉടൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിച്ച് ഹണി ട്രാപ്പ് സംഘം. കൊച്ചി കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി ഹണി ട്രാപ്പ് സംഘം ക്രൂരമായി മർദ്ദിച്ചു. യുവതി ഉൾപ്പെടെ 4-അംഗ സംഘമാണ് അമൽദേവ് എന്ന യുവാവിനെ മർദ്ദിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്. വാരിയലിലൊടിഞ്ഞ അമൽദേവ് ചികിത്സയിലാണ്. 2 പ്രതികളെ പോലീസ് പിടികൂടി. നിലവിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ് അമൽദേവ്. അമൽദേവിന്റെ നഗ്ന ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തി. 1-ാം പ്രതി സഫ്നയാണ് അമലിനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തിയത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെങ്കിലും യുവാവ് വഴങ്ങാതെ വന്നതോടെ ഹണി ട്രാപ്പ് പ്ലാൻ പൊളിഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ പ്രതികൾ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. കേസിൽ 2 പ്രതികളെ കടവന്ത്ര പോലീസ് ഇന്നലെ രാത്രി പിടികൂടി. അമൽദേവിന് സംസാരശേഷിയില്ല. അമ്മയുടെ മൃതദേഹം ആരുമറിയാതെ അടുക്കളയിൽ കുഴിച്ചിട്ട മകൻ. വയോധികയുടെ മരണത്തിൽ ദുരൂഹത സംശയിച്ച് അയൽക്കാർ. ആലപ്പുഴ പള്ളിത്തോട് വയോധികയുടെ മരണത്തിൽ ദുരൂഹത. മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയെ അടുക്കളയിൽ കുഴിച്ചിട്ടെന്ന് മകന്റെ മൊഴി. മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പള്ളിത്തോട് സ്വദേശി രാധയാണ് മരിച്ചത്. പെറ്റമ്മ മരിച്ചത് ആരെയും അറിയിക്കാതെ മൃതദേഹം അടുക്കളയിൽ 6 അടി വലുപ്പത്തിൽ കുഴിയെടുത്ത് മൂടിയതിനാലാണ് എല്ലാവർക്കും സംശയമായത്. മദ്യലഹരിയിൽ സ്ഥിരം അമ്മയുമായി ഗിരീഷ് വഴക്കുണ്ടാക്കുമായിരുന്നു എന്നാണ് മകന്റെ മൊഴി. ഇക്കാര്യങ്ങളെല്ലാം സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.